സ്വന്തം ജില്ലയിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നതിന്റെ തിരക്കിലാണ് മേയർ ആര്യ രാജേന്ദ്രൻ. ഒരിക്കൽ വിദ്യാർത്ഥിയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത മേയർ ഇത്തവണ സംഘാടക സമിതി അംഗം കൂടിയാണ്. കലാമേളക്കിനി തുടക്കം കുറിക്കാൻ മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ മേയർ ആര്യ രാജേന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മേയർ, ഈ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലായി. ഇത്തവണ എങ്ങനെ നമ്മൾ പൊളിക്കുമെന്നാണോ? എല്ലാ തരത്തിലേക്കുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നഗരസഭാ പരിധിയിലാണ് എല്ലാ വേദികളും ഉള്ളത്. ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും സംസ്ഥാന സർക്കാരിനോടൊപ്പം നഗരസഭയും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, മാലിന്യ സംസ്കരണത്തിലടക്കം നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കി ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കാൻ ആവശ്യമായ നിർദ്ദേശം അടക്കം കൊടുത്തിട്ടുണ്ട്. മെയിൻ വേദിയിലും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിന്റെ വിതരണം നടക്കുന്ന പുത്തരിക്കണ്ടത്തും ഉൾപ്പെടെ ഏതാണ്ട് 100 കണ്ടീജന്റ് തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങൾ പൂർണ്ണമായി പ്രവർത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നഗരസഭയുടെ ഭാഗത്തു നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ തിരുവനന്തപുരം ആതിഥേയത്വം വഹിക്കുക പറയുമ്പോൾ തന്നെ നിരവധി പരിപാടികളൊക്കെ ദിനം പ്രതി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തുടക്കം മുതൽ തന്നെ, അല്ലെങ്കിൽ ഈ കലാമേള തുടക്കം മുതൽ തന്നെ അവസാനം വരെ മേയറിന്റെ ഒരു സാന്നിധ്യം നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാവോ? നമ്മളൊക്കെ സംഘാടകരാണല്ലോ. സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് കലോത്സവത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2015 കലോത്സവം അവസാനമായി തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ഞാൻ വിദ്യാർത്ഥിനിയായി ആ കലോത്സവത്തിന്റെ ഭാഗമായ ആളാണ്. സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായ ആളാണ്. അപ്പോൾ 2025 സംഘാടകരോടൊപ്പം നിൽക്കുമ്പോൾ വലിയ അഭിമാനമുണ്ട്. അപ്പോൾ മുൻപ് തന്നെ പഠിക്കുന്ന വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ പരമാവധി എല്ലാ മത്സരങ്ങളുടെ കാണാനായിരുന്നാലും സ്കൂൾ കാലഘട്ടത്തിൽ അതിൽ മത്സരിക്കാനായിരുന്നാലും ഒക്കെ ഒരു സജീവമായി എല്ലാവരോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു വലിയ അനുഭവമാണ്, ഒരു സംഘാടക എന്നുള്ള നിലയിൽ ഒരു അനുഭവം കൂടിയാണ്. അപ്പോൾ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി കലോത്സവം ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് 8-ാം തീയതി വരെ കലോത്സവത്തിന്റെ വൈബാണ്. അപ്പോൾ എല്ലാവരും അതിൽ കേന്ദ്രീകരിച്ച് നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ അത് തന്നെയായിരുന്നു. മേയറിന്റെ, അല്ലെങ്കിൽ മേയർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്, കലാമേളയ്ക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഏത് ഇനത്തിലായിരുന്നു പങ്കെടുത്തിട്ടുള്ളത്? അല്ലെങ്കിൽ ഒരു ഇനം നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഇനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് അവതരിപ്പിക്കാൻ പറ്റുമോ? അത് ഒറ്റയ്ക്ക് അവതരിപ്പിക്കുന്ന ഇനമല്ല, ബാൻഡ് മേളമാണ്. കാർമൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബാൻഡിന്റെ ഭാഗമായിരുന്നു. അതിലെ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സംസ്ഥാന തലത്തിൽ 3-ാം സ്ഥാനമായിരുന്നു. തൃശ്ശൂർ നടന്ന കലോത്സവമാണ്, അതിൽ 3-ാം സ്ഥാനമായിരുന്നു. പിന്നെ തുടർച്ചയായി എല്ലാ കലോത്സവങ്ങളിലും 8 മുതൽ 8 എന്റെ 8-ാം ക്ലാസ് മുതൽ തുടർച്ചയായി ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും എല്ലാ കലോത്സവങ്ങളിലും സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഒറ്റയ്ക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഇനമല്ല. അതെന്തായാലും അത് ഒറ്റയ്ക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഇനമല്ല, നമുക്കറിയാം. അപ്പോൾ ഈ ബാൻഡ് മേളത്തിന് പുറമെ വേറെ എന്തെങ്കിലും ഒരു ഇനത്തോട് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇരുന്ന് ആസ്വദിച്ചിട്ടുള്ള ഒരു ഇനം എന്ന് പറയുന്നത് ഏതായിരിക്കും? അല്ല, എല്ലാ കലാഇനങ്ങളും നമുക്ക് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ആസ്വദിക്കുന്നതാണ്. ചിലപ്പോൾ അതിന്റെ ഭാഷയോ രീതിയോ ഒന്നും നമുക്ക് അറിയില്ലെങ്കിൽ പോലും കലയ്ക്ക് ഒരു തരത്തിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതെ എല്ലാവരിലേക്കും എത്താൻ കലയ്ക്ക് സാധിക്കും. അപ്പൊ എല്ലാ കലാരൂപങ്ങളും ആസ്വദിക്കാറുണ്ട്. അത് പാട്ടായാലും നൃത്തമായിരുന്നാലും മറ്റേത് ഇനമാണെങ്കിലും അത് ആസ്വദിച്ചിട്ടുണ്ട്. അതിനോടൊപ്പമാണ്. പക്ഷെ പിന്നെ 8 മുതൽ ബാൻഡിന്റെ ഭാഗമായിരുന്നു. പിന്നെ +1 +2 കോട്ടൺ ഹില്ലായിരുന്നു. അതിലൊക്കെ അവിടെയൊക്കെ സജീവമായി ആ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാൻ പറ്റി. പിന്നെ രാഷ്ട്രീയ രംഗവും അതിനോടൊപ്പം വന്നു. അപ്പൊ കലയിലേക്കല്ല, രാഷ്ട്രീയ രംഗത്തേക്ക് പിന്നെ തുടർന്ന് ഉള്ള സമയത്തിലേക്ക് വന്നു. മേയർ പറഞ്ഞത് കാര്യം തന്നെയാണ്, എല്ലാ ഇനങ്ങളും നമ്മളെല്ലാം ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഫേവറേറ്റ് ഉണ്ടാവില്ലേ? ചിലപ്പോൾ അത് പാട്ടായിരിക്കാം, അല്ലെങ്കിൽ നൃത്തമായിരിക്കാം. അത്തരത്തില് ഒരു ഏതിനായിരിക്കും മേയർ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു ഇനം എന്ന് പറയുന്നത്? നമുക്കറിയാം എല്ലാ ഫേവറേറ്റ് ആണ്, പക്ഷെ അതിലും മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? കലോത്സവങ്ങൾ പൊതുവെ ഉണ്ടാവുമ്പോൾ ഞാനിപ്പോൾ കോഴിക്കോട് കലോത്സവത്തിന് ഞാൻ അവിടെ പങ്കെടുത്തിട്ടുണ്ട്, അവിടെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. മന്ത്രിയാവുമ്പോൾ തന്നെ, മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ തന്നെ, അദ്ദേഹം ശിവൻകുട്ടി മിനിസ്റ്റർ ഉള്ളപ്പോൾ തന്നെ കോഴിക്കോട് കലോത്സവം നടന്നപ്പോഴും ഞാൻ അതിന്റെ ഭാഗമായി. എനിക്ക് കലോത്സവം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കാണണമെന്നും ആസ്വദിക്കണമെന്നും കൂടുതൽ തോന്നുന്നത് ഞാൻ പങ്കെടുത്ത ഇനം തന്നെയായിരിക്കും. അതിനപ്പുറം കൂടുതൽ പാട്ട് കേൾക്കുന്ന ആളാണ്, എല്ലാവരെയും പോലെ തന്നെ. അപ്പോ ഒരു പാട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. പാട്ട് ഞാൻ അങ്ങനെ പാടുന്ന ആളൊന്നുമല്ല, പക്ഷെ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ആളാണ്. പൊതുവെ പാട്ട് ഇനങ്ങളെല്ലാം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാർമൽ സ്കൂളിലാണ് ഞാൻ 10th വരെ പഠിച്ചിരുന്നതൊക്കെ. അപ്പോൾ അവിടെയും മറ്റു മത്സരങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോകുന്നൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും പാട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു 2 വരി പാടിക്കൂടെ മേയറെ? പാട്ടൊന്നുമില്ല, പാട്ട് കലാ പ്രതിഭകളൊക്കെ നാളെ മുതൽ പാട്ടും ഡാൻസും നൃത്തവും ഒക്കെ നമുക്ക് ഒരുമിച്ച് കാണാമല്ലോ, അത്രേ ഉള്ളൂ.
എന്തായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമ്മളും കട്ട വെയിറ്റിംഗ് ആണ് കലാമേളയ്ക്ക് തുടക്കം കുറിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ക്യാമറമാൻ ഷാൻ ജേസിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്.